ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അവധി ദിവസമാണ്, ശനിയാഴ്ച. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ. ഞാൻ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു കേട്ടോ. എന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ വെച്ച് കുടിച്ചു. ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട് എണീറ്റിട്ടുള്ളൂ, കുട്ടികൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ റൂമിലോട്ട് പോയി ഞങ്ങൾ കിടന്ന് പായയൊക്കെ മടക്കി വെച്ചു കേട്ടോ. രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഡ്യൂട്ടി അവിടെയാണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും മൈദയും ചേർക്കും കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോഴത്തേക്കും ആളിതാ കടയിൽ പോയി മുട്ട മേടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാവ് കുഴക്കുകയാണ്. അപ്പോൾ ആളിതാ നടക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ പോയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാളും എണീറ്റ് വന്നു. അപ്പോൾ രണ്ടാളും എണീറ്റ് വന്നപ്പോൾ ഞാൻ അവരുടെ ഒപ്പം കുറച്ച് നേരം ഇരുന്ന് പിന്നെ നേരെ അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്ക് ഞാൻ പല്ല് തേച്ചരാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഒറ്റയ്ക്ക് തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തേച്ച് കഴിഞ്ഞു. എന്നാലും ഞാൻ ഒന്നുകൂടി അവന് തേച്ച് കൊടുക്കും കേട്ടോ. വലിയ ആൾ പിന്നെ ഒറ്റയ്ക്ക് തേച്ചോളും. അവനതാ ഞാൻ ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അവനപ്പുറത്ത് പോയി തേച്ചോളും. അപ്പോൾ ഞാൻ പേര് പറയാം കേട്ടോ, ഞാൻ അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ചെറുതിൻ്റെ പേര് എമിൽ എന്നാണ്, വലുതിൻ്റെ പേര് അഫ്ലു എന്നാണ് കേട്ടോ. അഫ്ലഹ് എന്ന പേര്. അപ്പോൾ നമ്മൾ അഫ്ലു എന്നാണ് വിളിക്കുക. അപ്പോൾ രണ്ടാൾക്കും എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചുടുവെള്ളം ആട്ടോ കൊടുക്കുക. അപ്പോൾ രണ്ടാളും ചുടുവെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് അവരിനെ അങ്ങനെ ഇരുത്തി ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയിട്ടോ. എന്നിട്ട് മാവൊക്കെ കുഴച്ച് പരത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൈദയും ഗോതമ്പും കൂടി മിക്സ് ആക്കിയിട്ട് പരത്തുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ പരത്താനായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചപ്പാത്തി ചുടലും പരത്തലും ഒപ്പം ചെയ്യും കേട്ടോ, രണ്ടും. അല്ലാണ്ട് എല്ലാം പരത്തി കഴിഞ്ഞിട്ട് ചുടാന്ന് വെച്ച് നിൽക്കില്ല, രണ്ടും ഒപ്പം ചെയ്യും. അപ്പോൾ നമ്മുടെ പണിയൊപ്പം കഴിയുമല്ലോ. അപ്പോൾ പരത്തി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ചട്ടി ചൂടായി. ഞാനിതാ ചട്ടിയിലോട്ട് ചപ്പാത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പൊള്ളി വന്നു, നന്നായി പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി അങ്ങനെ പടപടാന്ന് ചപ്പാത്തി പണി കഴിഞ്ഞു കേട്ടോ. എനിക്ക് പിന്നെ പരത്തി ഞാൻ വേഗം സ്പീഡിൽ പരത്തും. അപ്പോൾ പരത്തി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അവിടേക്ക് ക്ലീൻ ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ അതങ്ങനെ ആ മാവൊക്കെ ഒട്ടി പിടിച്ചിട്ട് പിന്നീട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അതിന് ശേഷം പിന്നെ കറി വെക്കാനായിട്ട് ഉള്ളിയും തക്കാളിയും അതൊക്കെ അരിഞ്ഞ് കറി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ ചപ്പാത്തിക്ക് കൂടുതലായിട്ടും നമ്മുടെ മുട്ട ഉടച്ചൊഴിച്ചിട്ടുള്ള കറി അതാണ് വെക്കാറ് കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വാട്ടി അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു മുട്ട അതിലോട്ട് ഉടച്ചൊഴിക്കുക. ഞങ്ങൾക്ക് ഒരു മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മുട്ട ഉടച്ചൊഴിക്കുക. അപ്പോൾ ഈ ഒരു കറിയാണ് കേട്ടോ ഞങ്ങൾ ചപ്പാത്തിക്ക് കൂടുതലായിട്ട് ഇതായിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. വിശന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 9:30 ആയിട്ടോ. അപ്പോൾ ഇന്ന് എണീക്കാനും കുറച്ച് നേരം വൈകി. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അടുക്കളയ്ക്ക് വന്നു. അവിടെ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനതാ പുറത്തോട്ട് പോയി. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തിരുമ്പിയിട്ട തുണികളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മോന് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അത് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ റൂമിലോട്ട് വന്ന് റൂമിൽ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. പിന്നെ തുണികളെല്ലാം നേരെ മടക്കി അൽമാറയിലോട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ നേരെ കുടഞ്ഞ് വിരിച്ച് കുട്ടികൾക്ക് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. കൂടെ ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്ന് ചോറിനുള്ള വെള്ളം വെച്ചു. എന്നിട്ട് അരി കഴുകി അടുപ്പത്തിട്ടു കേട്ടോ, വെള്ളം ചൂടായപ്പോൾ. പിന്നീട് എല്ലാവരുടെയും അടിച്ചു കോരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു വാരാൻ നിൽക്കുകയാണ് കേട്ടോ. അടിച്ചു വാരുമ്പോൾ സോഫൻ്റെ അടിയൊക്കെ അടിച്ചു വാരുമ്പോൾ ഇവരുടെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ മൊത്തം സോഫൻ്റെ അടിയിലും എല്ലാവിടെയും. അങ്ങനെ എല്ലാവിടെയും അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ തുടച്ചു കേട്ടോ. പിന്നെ തുടയ്ക്കാനും അടിക്കാനും അധികം സ്ഥലമില്ലാത്ത കാരണം വേഗം കഴിയും കേട്ടോ. അതായത് ഒരു റൂമേ ഉള്ളൂ, പിന്നെ ഒരു ഹോളും ഒരു കിച്ചണും അതുപോലെ ബാത്റൂമും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിക്കലും തുടയ്ക്കലൊക്കെ വേഗം കഴിയും അതുകൊണ്ട്. പിന്നെ കുളിച്ച് വന്നപ്പോഴത്തേക്കും ചോറ് ഒരുവിധം വേവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ അരിയാണ് കേട്ടോ. എല്ലാം അരിഞ്ഞു. അപ്പോഴത്തേക്കും തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു, മീൻ കറി. അത് തിളപ്പിച്ചു. എന്നിട്ട് ഉപ്പേരി വെക്കാനായിട്ട് കുക്കറിലോട്ട് എല്ലാം ഇട്ട് അതിലേക്കുള്ള മസാല ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചു കേട്ടോ. പിന്നെ തലേ ദിവസം നേരാക്കി വെച്ച മീനുണ്ടായിരുന്നു കേട്ടോ, മത്തി. അപ്പോൾ അത് വറുക്കാമെന്ന് വെച്ചിട്ട് അതിൽ കായം പുരട്ടിയിട്ട് അത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് താളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ മീനും വറുത്തു കേട്ടോ. മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് അത് ഊറ്റി വെച്ചു.
പിന്നെ ഇതാ മീനൊക്കെ വെന്ത് വന്നു. അപ്പോൾ ഞാനതൊക്കെ മറിച്ചിട്ടു. അപ്പോൾ കുട്ടികൾ രണ്ടാളും ഇതാ ഹോളിൽ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഉപ്പേരിയും എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി 1 മണിയായപ്പോൾ ഇതാ ടേബിളിലോട്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. എന്നിട്ട് ഞങ്ങൾ 4 ആളും ഇതായിരുന്നു ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ മീൻ വറുത്തതും ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ കറി തലേ ദിവസത്തെ ആയിരുന്നു കേട്ടോ. തലേ ദിവസത്തെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനിതാ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതാ ഉച്ച വരയ്ക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്